പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലത്തിനായി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണല്ലോ, വോട്ടർമാർ വരെ. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ആര് ജയിക്കും? പാലക്കാട് ആര് ജയിക്കും എന്നുള്ളതല്ല ഏറ്റവും വലിയ പ്രശ്നം. കേരള രാഷ്ട്രീയത്തിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഏത് രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പാലക്കാട് BJP ജയിച്ചാൽ രാഷ്ട്രീയ രംഗത്തുണ്ടാക്കുന്ന മാറ്റം ദൂരവ്യാപകമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബ്രേക്കിംഗ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. പരാജയപ്പെട്ടാൽ BJP വീണ്ടും ഒരു പരാജയം ഏറ്റുവാങ്ങി വിസ്മൃതിയിലേക്ക് പോകും. കാരണം BJPയോട് യോജിക്കാൻ തയ്യാറായി നിൽക്കുന്ന ക്രൈസ്തവ സമൂഹം എല്ലാ നിലയ്ക്കും അവരുടെ വോട്ട് ബാങ്ക് ഈ BJPയോട് അകന്നു പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. അതോടൊപ്പം ചേലക്കരയിലെ ഫലവും വയനാട്ടിലെ ഫലവും ഈ തെരഞ്ഞെടുപ്പിലെ നിർണായകമാണ്. നമ്മളെ സംബന്ധിച്ച് മഹാരാഷ്ട്രയും ജാർഖണ്ഡുമല്ല മുഖ്യ തെരഞ്ഞെടുപ്പ് ഇഷ്യൂ. അത് പാലക്കാടും ചേലക്കരയും വയനാടുമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മാറ്റൊലിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഈ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചാൽ കേരളത്തിലെ വോട്ട് ബാങ്കിൽ ഗണ്യമായ വ്യതിയാനം സംഭവിക്കും. അത് സമം വരുമോ അതോ BJP മുന്നേറുമോ തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചേ പറ്റൂ. മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടാലും ഇവിടെ ജയിച്ചില്ലെങ്കിൽ BJPയുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. ജയിച്ചാൽ BJP കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 30-40 സീറ്റുകളിൽ വിജയിക്കുന്നതിൻ്റെ നാന്തി കുറിക്കലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. അത്തരത്തിലൊരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകരുതെന്നാണ് ഇരു മുന്നണികളും ആഗ്രഹിക്കുന്നത്. അതേസമയം P. സരീൻ കോൺഗ്രസിനെ പിന്തള്ളി 2ാം സ്ഥാനത്തോ 1ാം സ്ഥാനത്തോ എത്തിപ്പെടാനുള്ള കണഞ്ഞ ശ്രമത്തിലാണ്. കോൺഗ്രസിൻ്റെ വിജയത്തെക്കുറിച്ച് എക്സിറ്റ് പോളുകളുടെ ഭാഗമായ ഒരു ചർച്ചയും ഇപ്പോൾ നടക്കുന്നില്ല. കോൺഗ്രസ് അല്ല, സരിനോ BJPയോ ആണ് ജയിക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ ജനങ്ങൾ മാറി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. അങ്ങനെ ജനങ്ങളുടെ മാറി ചിന്തയുണ്ടെങ്കിൽ അത് കേരളത്തിലെ വ്യാപകമായ ഒരു മാറ്റിച്ചിന്തയുടെ തുടക്കമാകും. കേരളത്തിലെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആർക്കും ഭൂരിപക്ഷമില്ലാത്ത നിയമസഭ തന്നെ രൂപപ്പെടുന്നതിലേക്ക് അത് എത്തിച്ചേർന്നാൽ അതിന് നമുക്കൊന്നും കാണാൻ കഴിയാത്ത ഒരു മാനം ഉണ്ടാകും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. സരിൻ ജയിക്കുമോ കൃഷ്ണകുമാർ ജയിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ചർച്ച. അത് ഷാഫി പറമ്പലിൻ്റെ ഒരു പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അത്യാവശ്യം വിജയസാധ്യത കാണുന്നില്ലേ? പക്ഷെ കോൺഗ്രസിൻ്റെ ചില കേന്ദ്രങ്ങളിൽ 7000-ഓളം വോട്ടുകൾ പോൾ ചെയ്തില്ല എന്നുള്ളത്
വലിയ ഗുരുതരമായ വീഴ്ചയാണ്. ആ വോട്ട് ബി ജെ പിക്ക് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം കൂടി ബി ജെ പിക്കാണ് കിട്ടുക. ബി ജെ പി പക്ഷത്ത് അത്രയും കുറവ് വോട്ട് പിടിച്ചാൽ പോലും അവർ ജയിക്കും. അത് കൃഷ്ണകുമാറിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ മാറ്റം, അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാം എന്ന് വേണം കരുതാൻ.